രജനീകാന്ത് ഗർജന എന്നൊരു പടം ചെയ്ത്, അത് മലയാളം, തമിഴ്, തെലുങ്ക് അങ്ങനെ 4 ഭാഷയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പടം ഫസ്റ്റ് കോപ്പി ആയ ശേഷം രജനീകാന്ത് ആ പടം ഇരുന്ന് കണ്ടു. അദ്ദേഹം മലയാളം വെർഷൻ കണ്ടിട്ട് പറയും അദ്ദേഹത്തിന് ആരോ ചെയ്ത് വെച്ച ശബ്ദം അത് അദ്ദേഹത്തിന് മാച്ച് ആവുന്നില്ലെന്ന് ബോധ്യപ്പെട്ട് അദ്ദേഹം ഇത് മാറ്റണമെന്ന് പറയും. ഹേംനാഥ് പ്രൊഡക്ഷൻസിൻ്റെ പടമാണ്, വലിയ ബാനറാണ്. അവരാകെ വേണ്ട എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇനി രജനിക്ക് മാച്ച് ആവുന്ന സൗണ്ട് ചെയ്യുന്ന ആരെങ്കിലും വെച്ച് ചെയ്യണമെന്ന് പറയും. അത് രജനീകാന്തിൻ്റെ ഓർഡറാണ്. അപ്പോൾ അത് കാരണം എന്നെ വരുത്തി. ഇവിടുന്ന് ഞാൻ മദ്രാസിൽ പോകുന്നു, അവിടെ ചെന്ന് സംസാരിക്കുന്നു. അപ്പോൾ അന്ന് ഡബ്ബിങ് ആർട്ടിസ്റ്റൊക്കെ ചെറിയ പൈസ കൊടുക്കത്തുള്ളൂ. അപ്പോൾ എവർഷൈൻ ലക്ഷ്മണൻ എൻ്റെ അടുത്ത് പറയണം, നീ മാക്സിമം പൈസ വാങ്ങിച്ചു, നീ ഇർക്കല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അന്ന് 500 1000 രൂപയൊക്കെ ഡബ്ബിങ് ആണ്. ഞാൻ പറയും ഞാൻ ചെയ്യാം, നീ ഒരു 10000 രൂപ തരണമെന്ന് പറയും. ഈ ഇതെന്താ ഹിന്ദി പടവാ, ഇതാണെന്നൊക്കെ ചോദിച്ചു. ലാസ്റ്റ് അവർ പറഞ്ഞു ഞങ്ങൾ തരാം, പക്ഷെ ഒറ്റ കണ്ടീഷൻ, രജനീകാന്തിൻ്റെ മുമ്പിൽ വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ചെയ്ത് കഴിഞ്ഞാൽ രജനീകാന്ത് നാളെ പറയുന്നത് ഇതും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുഴയും. അതുകൊണ്ട് രജനീകാന്തിൻ്റെ മുമ്പിൽ വെച്ച് ഇത് നിങ്ങൾ ശബ്ദം ഓക്കെ ചെയ്തിട്ട് ശേഷം നിങ്ങൾക്ക് ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കോപ്പി ആയി കഴിഞ്ഞാൽ ഒരുപാട് ജോലികളുണ്ട്. ഇതെല്ലാം രണ്ടാമത് പിരിക്കണം, മൊത്തം സൗണ്ട് പല സിസ്റ്റമല്ല. അപ്പോൾ ഒരു ഫസ്റ്റ് കോപ്പി ആയി കഴിഞ്ഞാൽ വീണ്ടും ഒന്നേന്ന് തുടങ്ങണം എല്ലാം. അതുകൊണ്ട് അവർക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പോയി നിന്ന് ഡബ്ബിങ് തിയേറ്ററിലേക്ക് എന്നെ കൊണ്ടുപോയി. അന്ന് ബാലാജിയുടെ മോഹൻലാലിൻ്റെ അമ്മയപ്പൻ്റെ ഡബ്ബിങ് തിയേറ്റർ, സുജാത തിയേറ്റർ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. രജനീകാന്ത് വലിയ സ്റ്റൈലിൽ കയറി വന്നു, നിന്നു, നമസ്കാരമൊക്കെ പറഞ്ഞ് നിന്നു. അദ്ദേഹം പറഞ്ഞ് ഒരു മൈക്ക് വെച്ചു, ഒരു സീന് അദ്ദേഹത്തിൻ്റെ പൈലറ്റ് ട്രാക്ക് ഞാൻ കേട്ടു. ഒരു കോട്ടിൽ എന്ന് പറയുന്നൊരു സാധനമായിരുന്നു, എന്തോ എനിക്ക് ഓർമ്മയില്ല. അതിപ്പം അത് ഇട്ട് എഴുന്നിട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്നുണ്ട് അത് ചെയ്തു. പുള്ളി അപ്പം തന്നെ എഴുന്നിട്ട് പറഞ്ഞു ഇത് ഓക്കെ എന്ന് പറയാം. ഒറ്റ സന്തോഷമായി. കൂടുതൽ പൈസ ചോദിക്കാത്തതിന് സങ്കടം തോന്നി. അപ്പോഴാണ് തോന്നിയത് ഒരു 25,000 ചോദിക്കാൻ. എന്തായാലും നമ്മൾ ഔസേപ്പച്ചൻ്റെ കഥകൾ പറഞ്ഞു, പഴയ കാര്യങ്ങൾ ഒരുപാട്. ഔസേപ്പച്ചൻ ഒരു ക്യാപ്ഷൻ എഴുതിയ ഓർമ്മയുണ്ട്, ഒരു പരസ്യം. അതായത് നിങ്ങളുടെ പടം ഓടുമ്പം നിങ്ങൾ തന്നെ ക്യാപ്ഷൻ എഴുതി കൊടുക്കുന്നത്. നമ്മളുടെ ഗോഡ്ഫാദർ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഔസേപ്പച്ചൻ്റെ ഒരു പടം ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ പടം വളരെ മോശം കളക്ഷൻ ആയിരുന്നു. പക്ഷെ നിങ്ങളത് ഔസേപ്പച്ചൻ ഒന്ന് പറഞ്ഞ എങ്ങനെയാണ് പടത്തിന് കളക്ഷനായിട്ട് കയറുന്നില്ല. അപ്പൊ നമുക്കൊരു ക്യാപ്ഷൻ വേണം. അത് നമ്മുടെ യാത്രക്കൊക്കെ വന്ന പോലത്തെ ഒരു ക്യാപ്ഷൻ ആയിരിക്കണം. ഈ ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും നല്ല സിനിമ കണ്ടിട്ടില്ല. അങ്ങനെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാപ്ഷൻ വേണ്ട വന്നു. അപ്പൊ അതെങ്ങനെയാണ്? അപ്പൊ ഈ പടം കണ്ടിട്ടാണെങ്കിൽ അതുകൊണ്ട് എഴുതാൻ തോന്നുന്നുണ്ട് നമുക്ക്. അങ്ങനെ പറയാൻ നുണ പറയുന്നതിന് പരിധിയുണ്ടല്ലോ. അവസാനം ഞാൻ പറഞ്ഞു ഔസേപ്പച്ച ഒരു ക്യാപ്ഷൻ ഉണ്ട്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ ചിത്രം നിങ്ങൾ കണ്ടില്ലെങ്കിൽ മലയാളത്തിലെ ഒരു നല്ല പ്രൊഡ്യൂസറെ ഇനി നിങ്ങൾ കാണില്ല. നോക്കത്താദൂരത്ത് കഥ ഡിസ്കഷൻ സമയത്തൊക്കെ ഔസേപ്പച്ചൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ. രണ്ട് സ്ഥലത്ത് കണ്ണീരുണ്ടാവണം. ചിരിയുണ്ട് നിങ്ങളുടെ പടത്തിൽ സ്ക്രിപ്റ്റിലുണ്ട്. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഈ വായിക്കുന്ന എല്ലാവരും കിടന്ന് വീണ് ചിരിക്കണം. പക്ഷെ ഔസേപ്പച്ചൻ മാത്രം ചിരിയുണ്ടായിട്ട് വരും. രണ്ടിടത്ത് കണ്ണ് നിറയണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവസാനം ഇതിനകത്ത് എവിടെയാണ് കണ്ണ് നിറയുന്ന സീൻ, അങ്ങനെ ചേർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഔസേപ്പച്ചനോട് നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു, ഔസേപ്പച്ച കുഴപ്പമില്ല, അത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പം നമ്മൾ പറയില്ല. പടം റിലീസ് ചെയ്യുന്ന അന്ന് ഔസേപ്പച്ചൻ രണ്ടിടത്ത്, ഒന്ന് ആലപ്പുഴയിലും പോകണം, ഒന്ന് എറണാകുളത്തും പോകണം. രണ്ടിടത്തും ആളുണ്ടാവില്ല. അപ്പോൾ ഔസേപ്പച്ചൻ്റെ കാണുന്നത്